Marhaban ahlan wa sahlan ila qanati al-Ustad. Dear friends, welcome to ഉസ്താദ് യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ പഠിക്കുന്നത് 9ാം ക്ലാസ്സിലെ അറബിക്കിലെ 5ാമത്തെ യൂണിറ്റാണ്. അൽ വാഹിദത്തുൽ ഖാമിസ. അൽ വാഹിദ എന്നാൽ യൂണിറ്റ്, അൽ ഖാമിസ ഫിഫ്ത്ത്, അഞ്ചാമത്തെ യൂണിറ്റാണ്. 4 യൂണിറ്റ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി 5ാമത്തെ യൂണിറ്റാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എന്താണ് ഈ യൂണിറ്റിൻ്റെ ടൈറ്റിൽ? എന്താണ് ഈ യൂണിറ്റിൻ്റെ പേരെന്താണ്? ഷാശത്തുൽ ഖൈർ. ഷാശത്ത് കേട്ടിട്ടുണ്ടോ വേർഡ്? ഷാശത്ത് എന്നാൽ സ്ക്രീൻ എന്നാണ്. സ്ക്രീന് കണ്ടിട്ടില്ലേ? കമ്പ്യൂട്ടറിൻ്റെ സ്ക്രീൻ കണ്ടിട്ടുണ്ടാവും, മൊബൈൽ ഫോണിൻ്റെ സ്ക്രീനൊക്കെ കണ്ടിട്ടില്ലേ? ഷാശത്ത് സ്ക്രീൻ. അൽ ഖൈരി നന്മയുടെ ഗുഡ്നെസ്. ദ സ്ക്രീൻ ഓഫ് ഗുഡ്നെസ്, നന്മയുടെ സ്ക്രീൻ, ഷാശത്തുൽ ഖൈർ. ഈ യൂണിറ്റിൽ 2 പാഠങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്, 2 ചാപ്റ്റേഴ്സ്. ഏതാണ് ഒന്നാമത്തെ ചാപ്റ്റർ? ഇൻഖതഅത്തിൽ കഹ്റബാ. ഇൻഖതഅത് നിലച്ചു അല്ലെങ്കിൽ പോയി എന്ന് പറയാം. അൽ കഹ്റബാ വൈദ്യുതി, കരണ്ട് പോയി. കരണ്ട് പോകുക എന്ന് പറഞ്ഞാൽ അല്ലേ, കരണ്ട് നിലക്കുന്നതിനാണ് പറയല്ലേ, അങ്ങനെയല്ലേ നമ്മൾ പറയാറുള്ളത്. അപ്പോൾ ഇൻഖതഅത്തിൽ കഹ്റബ, കരണ്ട് പോയി അല്ലെങ്കിൽ വൈദ്യുതി നിലച്ചു. ഇതെന്താണ്? ഖിസ്വത്തുൻ, ഒരു സ്റ്റോറിയാണ്, കഥയാണ്. ഖസീറ ഷോർട്ട്, എ ഷോർട്ട് സ്റ്റോറി, ഒരു ചെറിയ കഥയായത്. അതാണ് ഒന്നാമത്തെ ചാപ്റ്റർ. ഇതിലെ 2ാമത്തെ ചാപ്റ്റർ എന്താണെന്ന് നോക്കാം. മറഹ് തുഫൂലത്തി. മറഹ് ആനന്ദം, സന്തോഷം. ദ ജോയ് അല്ലെങ്കിൽ ഹാപ്പിനെസ്. എന്തിൻ്റെ? അത്തുഫൂലത്തി കുട്ടിക്കാലത്തെ ആനന്ദം. കുട്ടിക്കാലം എന്നാൽ ചൈൽഡ്ഹുഡ്. ദ ജോയ് ഓഫ് ചൈൽഡ്ഹുഡ്. ഇതൊരു മന്ദൂമാണ്, ഒരു കവിതയാണ്, പോയമാണ്, പോയട്രിയാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ 2 യൂണിറ്റുകളാണ് ഷാശത്തുൽ ഖൈർ എന്ന യൂണിറ്റിൽ നമുക്ക് പഠിക്കാനുള്ളത്. നമുക്ക് പാഠത്തിലേക്ക് പ്രവേശിക്കാം. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഒരു ചിത്രം കാണാം. നുലാഹിലു വനതഹദ്ദസു. നുലാഹിലു, നമുക്ക് ലെറ്റസ് ഒബ്സർവ്, നമുക്കിത് ശ്രദ്ധിക്കാം. വനതഹദ്ദസു ആൻഡ് ഡിസ്കസ്. ലെറ്റസ് ഒബ്സർവ് ആൻഡ് ഡിസ്കസ് അബൌട്ട് ദിസ് ഇമേജ്, ദിസ് പിക്ചർ. ഈ ചിത്രം നോക്കൂ നിങ്ങൾ. ചില കുട്ടികളുടെ കയ്യിൽ മൊബൈൽ ഫോണുണ്ട്. അവരെന്ത് ചെയ്യുന്നു? ആ മൊബൈൽ ഫോണിൽ നോക്കിയിരിക്കുകയാണ്. എന്നാൽ വേറെ കുട്ടികളുടെ കയ്യിൽ, 4 കുട്ടികളുടെ കയ്യിൽ മൊബൈൽ ഫോണില്ല. അവരെന്ത് ചെയ്യുന്നു? അവർ കളിക്കുകയാണ്, ആടിച്ചാടുകയാണ് അവർ ചെയ്യുന്നത്, സന്തോഷിക്കുകയാണ്. ഓക്കെ, ഇത് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നമുക്ക് കാണാവുന്ന ഒരവസ്ഥയാണ്. ഇങ്ങനെ ഓടിച്ചാടി കളിക്കേണ്ട കുട്ടികൾ മൊബൈൽ ഫോണിൽ ഇങ്ങനെ നോക്കിയിരുന്ന് റീൽസ് കാണുന്നു, ഷോർട്സ് കാണുന്നു, ഗെയിം കളിച്ചിരിക്കുന്നു, അല്ലേ? അതവരുടെ ആരോഗ്യത്തെ ബാധിക്കുന്നു. അവർ ഓടാതെ അനങ്ങാതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ അവരുടെ ആരോഗ്യം നശിക്കും, അല്ലേ? അവരുടെ കണ്ണിന് അത് വലിയ പ്രശ്നമുണ്ടാക്കും. അവരുടെ വിലപ്പെട്ട സമയം അങ്ങനെ നഷ്ടപ്പെടും, അല്ലേ? ഉപകാരമില്ലാതെ അങ്ങനെ മൊബൈൽ ഫോണിൻ്റെയൊക്കെ അമിതമായ ഉപയോഗം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു, നമുക്കറിയാം. അതാണ് ഈ പാഠത്തിൽ നമ്മൾ പഠിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം. നമുക്ക് പാഠത്തിലേക്ക് പ്രവേശിക്കാം. അപ്പോൾ പാഠത്തിൻ്റെ പേര് ഇൻഖതഅത്തിൽ കഹ്റബാ. ഇൻഖതഅത് നിലച്ചു, വെൻറ്റ് ഔട്ട്. അൽ കഹ്റബാ ദ ഇലക്ട്രിസിറ്റി വെൻറ്റ് ഔട്ട്, അഥവാ കരണ്ട് പോയി. എന്താ ഈ പാഠം നോക്കാം. ഈ പാഠത്തിൽ എന്ത് പറയുന്നു എന്നതിൻ്റെ ഒരു ചിത്രമാണ് ഇവിടെ. ഒരു അടുക്കള കാണാം, അല്ലേ? ഈ ചിത്രത്തിൽ നിങ്ങൾ കാണുന്ന ഒരു അടുക്കളയല്ലേ? അതാ ഇവിടെ ഇങ്ങനെ തീ കത്തുന്നു, അവിടെ ഇങ്ങനെ ഒരു പാത്രം വെച്ചിരിക്കുന്നു, ഇവിടെ ഒരു തീ കത്തുന്നുണ്ട്, അല്ലേ? യെസ്, ഇവിടെ ഫ്രിഡ്ജുണ്ട്. അങ്ങനെ മറ്റ് പല അടുക്കളയിൽ ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് ഒരു അടുക്കളയുടെ ചിത്രമാണ് ഇതിലുള്ളത്. അപ്പോൾ അടുക്കളയുമായി ബന്ധപ്പെട്ട എന്തൊരു കാര്യം പറഞ്ഞുകൊണ്ടാണ് ഈ കഥ ആരംഭിക്കുന്നത്. നമുക്ക് നോക്കാം. നമ്മുടെ കഥ ആരംഭിക്കുകയാണ്. عند صياح الديك وزقزقة العصافير تبدأ تلك الأم أيامها. ദീക്കുൻ എന്ന് പറഞ്ഞാൽ എന്താ? റൂസ്റ്റർ, കോഴി. സിയാഹ് എന്നാലോ കോഴിയുടെ കൂവലിനാണ്. സിയാഹു ദീക്ക്, കോഴിയുടെ കൂവൽ, ക്രോയിങ് ഓഫ് ദ റൂസ്റ്റർ. ഇന്ദ സിയാഹി ദീക്ക് എന്നാലോ കോഴി കൂവുമ്പോൾ. അറ്റ് ദ ക്രോയിങ് ഓഫ് ദ റൂസ്റ്റർ, കോഴി കൂവുമ്പോൾ, പൂവൻകോഴി കൂവുമ്പോൾ. സാധാരണ പൂവൻകോഴി എപ്പോഴാണ് കൂവാറുള്ളത്? അതിരാവിലെ, അല്ലേ?
കൂവൻകോഴി പതിവായി എന്നെ കൂവി ഉണർത്തും പൂങ്കോഴി എന്നാണല്ലോ പാട്ട്, നമുക്കറിയാമല്ലോ. അപ്പോൾ രാവിലെ നമ്മൾ കൂവി ഉണർത്താറുണ്ട് പൂങ്കോഴി, അതിനെക്കുറിച്ചാണ് ഈ പറയുന്നത്. രാവിലെ കോഴി കൂവുന്നു, ആ കൂവുന്ന നേരത്ത് വസഖ്സഖത്തിൽ അസ്വാഫീർ, സഖ്സഖത്ത് സഖ്സഖത്ത് എന്ന് പറഞ്ഞാൽ കലകല ശബ്ദം, അൽ അസ്വാഫീരി കുരുവികളുടെ, പക്ഷികളുടെ, കുരുവികൾ എന്നാണ്, വസ്ഫൂർ എന്നതിൻ്റെ ജമാണ് അസ്വാഫീർ, കുരുവികൾ, പക്ഷികൾ എന്ന അർത്ഥത്തിലാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. പക്ഷികളുടെ കലപില ശബ്ദവും പക്ഷികളുടെ കലപില ശബ്ദവും കോഴിയുടെ കൂവലും ഉണ്ടാവുന്ന ആ നേരത്ത്, എന്താന്ന് പറഞ്ഞാൽ ആ നേരത്ത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിരാവിലെ അല്ലേ, കിളികളൊക്കെ അതിരാവിലെ ശബ്ദം ഉണ്ടാക്കുന്ന നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ആ നേരത്ത് തബ്ദഉ ആരംഭിക്കുന്നു, തിൽക്കൽ ഉമ്മു ദാറ്റ് മദർ, at the crowing of the rooster and the chirping of the birds, that mother starts അല്ലെങ്കിൽ begins അയ്യാമഹ, her days, അവളുടെ ദിവസങ്ങൾ ആരംഭിക്കുകയാണ്. യൗമൻ എന്നതിൻ്റെ ജംആണ് അയ്യാം. എന്ന് പറഞ്ഞാൽ കുട്ടികൾ രാവിലെ വളരെ വൈകിട്ടൊക്കെയാണ് എഴുന്നേൽക്കുക. പക്ഷേ വീട്ടിലെ ഉമ്മമാരോ, അവർ വളരെ നേരത്തെ എഴുന്നേൽക്കും. എന്നിട്ട് അവരെന്താ ചെയ്യുക? അവർ വീട്ടിലെ ഭക്ഷണ സാധനങ്ങളൊക്കെ ഉണ്ടാക്കും അല്ലേ, വീട്ടിലെ എല്ലാ കാര്യങ്ങളും അവർ ഒരുക്കാറുണ്ട്. അത് നമ്മളെ വീട്ടിലൊക്കെ അങ്ങനെയാണല്ലോ അവസ്ഥ അല്ലേ, നമുക്കറിയാം. ഖാമത്ത്, അവൾ എഴുന്നേറ്റു. ഷീ റോസ്, മിൻ ഫിറാഷിഹ, ഫ്രം ഹെർ ബെഡ്, ഉമ്മ അവളുടെ ബെഡിൽ നിന്ന്, അവളുടെ വിരിപ്പിൽ നിന്ന് എഴുന്നേറ്റു. വഖാലത്ത്, എന്നിട്ട് പറഞ്ഞു ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അതിൻ്റെ മീനിങ് അല്ല ഇവിടെ പ്രധാനം. അത് അവർ എന്താ ഉദ്ദേശിക്കുന്നത്? അവർ എഴുന്നേൽക്കാൻ ലേശം വൈകിപ്പോയി. അപ്പോൾ ആ ടെൻഷനിൽ അവർ പറയുന്നൊരു വേർഡാണ് അല്ലേ. നമ്മൾ മുസ്ലിങ്ങൾ സാധാരണഗതിയിൽ ഇങ്ങനെ ഉപയോഗിക്കുന്ന ചില അറബി പദങ്ങളുണ്ടല്ലോ. ഇപ്പോൾ ഇൻഷാ അല്ലാ, മാഷാ അല്ലാ, അതുപോലെ ഇവർ വൈകി എഴുന്നേറ്റപ്പോൾ അവർ ആ വെപ്രാളത്തിൽ പറഞ്ഞൊരു വേർഡാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. തഖർതു, ഞാൻ വൈകിയിരിക്കുന്നു. അൽ യൗം, ഇന്ന്. കസീറൻ, ഒരുപാട് വൈകിയിരിക്കുന്നു. ഐ ആം വെരി ലേറ്റ് ടുഡേ. 7 മണിക്ക് 8 മണിക്ക് എഴുന്നേറ്റാൽ മതിയോ ഉമ്മ? അല്ല, ഉമ്മ 5 മണിക്ക് എഴുന്നേൽക്കും അല്ലേ. എന്നിട്ട് വീട്ടിലുള്ളവർക്കൊക്കെ വേണ്ടിയിട്ട് ഭക്ഷണം ഉണ്ടാക്കും. ശരിക്കും ഉമ്മ മാത്രമാണോ ഭക്ഷണം ഉണ്ടാക്കേണ്ടത്? അല്ല, എല്ലാവർക്കും വേണ്ടിയല്ലേ ഭക്ഷണം ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാവരും അത്തരം കാര്യങ്ങളിലൊക്കെ സഹായിക്കേണ്ടതുണ്ട് അല്ലേ. നിങ്ങളൊക്കെ നിങ്ങളുടെ വീട്ടിൽ ഉമ്മമാരെ ഭക്ഷണം ഉണ്ടാക്കാൻ സഹായിക്കാറുണ്ടോ? ബഅദമ അദ്ദത് സ്വലാത്തൽ ഫജ്രി അസ്റഅത് ഇലൽ മത്ബഖി. ബഅദമ അദ്ദത്, ബഅദ എന്നാൽ ശേഷം, ബഅദമ എന്നാലും ശേഷം എന്നാണ് അർത്ഥം. ബഅദമ അദ്ദത്, നിർവഹിച്ചതിന് ശേഷം, സ്വലാത്തൽ ഫജ്ർ, സുബ്ഹി നമസ്കാരം, ആഫ്റ്റർ പെർഫോമിങ് ദ ഡോൺ പ്രയർ. ഡോൺ എന്നാൽ പ്രഭാത പ്രാർത്ഥന, രാവിലത്തെ പ്രാർത്ഥന നിർവഹിച്ചതിന് ശേഷം, സുബ്ഹി നമസ്കാരം നിർവഹിച്ചതിന് ശേഷം, അസ്റഅത്, അവൾ വേഗം പോയി, ഷി ഹറീഡ്, ഇലൽ മത്ബഖി, ടു ദ കിച്ചൺ, പാചകം ചെയ്യുന്ന സ്ഥലം, അതാണ് മത്ബഖ്, അതാണ് കിച്ചൺ. അപ്പോൾ ഷീ ഹറി ടു ദ കിച്ചൺ. ഇർത്തഫഅത് മിൻഹു, അപ്പോൾ കിച്ചണിൽ അവർ ചെന്നു, പാത്രങ്ങളൊക്കെ എടുക്കാൻ തുടങ്ങി, അങ്ങനെ അല്ലേ. അപ്പോൾ ആ നേരത്തെ എന്താ കേൾക്കുക? ഇർത്തഫഅത് മിൻഹു, അവിടെ നിന്നുയർന്നു, അഥവാ അടുക്കളയിൽ നിന്ന് ഉയർന്നു. ഖഅഖഅത്തുൽ അവാനി, ഖഅഖഅത്, പാത്രങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടുന്നുള്ള ശബ്ദം ഉണ്ടല്ലോ, അതിനാണ് ഖഅഖഅത്ത് എന്ന് പറയുക. അൽ അവാനി, പാത്രങ്ങൾ. ദ ക്ലാറ്റർ ഓഫ് യൂട്ടൻസിൽസ്, പാത്രങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടുന്ന ശബ്ദം, ഖഅഖഅത്തുൽ അവാനി. അതുപോലെ വസൗത്ത് ആൻഡ് സൗണ്ട്. അൽ ഖല്ലാത്ത്, ബ്ലെൻഡറിൻ്റെ, മിക്സറിലെ അഥവാ മിക്സിയുടെ ശബ്ദവും ഉയർന്നു. ദ ക്ലാറ്റർ ഓഫ് യൂട്ടൻസിൽസ് ആൻഡ് ദ സൗണ്ട് ഓഫ് ദ ബ്ലെൻഡർ എക്കോഡ് ഫ്രം ദ കിച്ചൺ. ഷെരിബത്ത് കൂബൻ മിനൽ മാ, ഷെരിബത്ത്, അവൾ കുടിച്ചു. ഷി ഡ്രാങ്ക്, കൂബൻ, ഒരു കപ്പ്, എ ഗ്ലാസ്, മിനൽ മാഇ, വെള്ളം. ഷീ ഡ്രാങ്ക് എ ഗ്ലാസ് ഓഫ് വാട്ടർ, ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചു ഉമ്മ. ഇന്നഹ താരിഫു, കാരണം അവൾക്കറിയാം. ഇന്നഹ, തീർച്ചയായും അവൾക്ക്,
താരിഫു അവൾക്കറിയാം. ഷീ നോസ് ജയ്യിദൻ വെരി വെൽ. ഷീ നോസ് വെൽ അവൾക്ക് നന്നായിട്ട് അറിയാം. അന്ന ദാറ്റ് അല്ലെങ്കിൽ തീർച്ചയായിട്ടും എന്ന് പറയാം. ഇംഗ്ലീഷ് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ അന്ന എന്നതിന് ദാറ്റ് എന്ന് പറയലാണ് നല്ലത്. അന്ന തീർച്ചയായിട്ടും അമാലഹ അവളുടെ വർക്ക്, ഹെർ ടാസ്ക് അതെന്താണ്? ഷാഖത്തുൻ അത് ആർ എക്സ്ഹോസ്റ്റിംഗ് അത് വളരെ ബുദ്ധിമുട്ടുള്ള ജോലിയാണ് ഉമ്മ ചെയ്യുന്നത് എന്ന് ഉമ്മക്ക് നന്നായിട്ടറിയാം. അല്ലേ? ഭക്ഷണം ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞാൽ ചെറിയ പണിയല്ല, നല്ല അധ്വാനമുള്ള പണി തന്നെയാണ്. വലാ തന്തളിറു അവൾ പ്രതീക്ഷിക്കുന്നില്ല. ഷീ ഡിഡിൻറ്റ് എക്സ്പെക്റ്റ് മജീ വരവ് അഥവാ വരുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നില്ല. അഹദിൻ ഒരാളുടെയും വരവ് അവൾ പ്രതീക്ഷിക്കുന്നില്ല. ഇലൽ മത്ബഖി ടു ദ കിച്ചൺ ഷീ ഡിഡിൻറ്റ് എക്സ്പെക്റ്റ് എനിവൺ ടു കം ടു ദ കിച്ചൺ ഒരാളും ആ അടുക്കളയിലേക്ക് വരുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നില്ല. എന്തിനു വേണ്ടി? കയുസാഇദ ടു ഹെൽപ്പ് സഹായിക്കാൻ വേണ്ടി. യുസാഇദ ഹ ടു ഹെൽപ്പ് ഹെർ അവളെ സഹായിക്കാൻ വേണ്ടി, ആ ഉമ്മയെ സഹായിക്കാൻ വേണ്ടി. എന്തിന് സഹായിക്കാൻ? അലൽ അമലി വിത്ത് ദ വർക്ക് അല്ലെങ്കിൽ ഓൺ ദ വർക്ക്, ഇൻ ദ വർക്ക് ആ പ്രവൃത്തിയിൽ ആ ജോലിയിൽ അവരെ സഹായിക്കാൻ വേണ്ടി ആരെങ്കിലും വരുമെന്ന് ഉമ്മ പ്രതീക്ഷിക്കുന്നില്ല. ഷീ ഡിഡിൻറ്റ് എക്സ്പെക്റ്റ് എനിവൺ ടു കം ടു ദ കിച്ചൺ ടു ഹെൽപ്പ് ഹെർ വിത്ത് ദ വർക്ക്. മാ അന്നഹ ഉമ്മുല്ലി അർബ ആരും വരൂല എന്ന് പ്രതീക്ഷിക്കുന്നത് എന്തുകൊണ്ടാണ്? ആ വീട്ടിൽ ആളില്ലാത്തത് കൊണ്ടാണോ? അല്ല, ആ വീട്ടിൽ 4 കുട്ടികളുണ്ട്. മാ അന്നഹ അവളാണെങ്കിലും ഡെസ്പൈറ്റ് ബീയിങ് ഉമ്മുൻ ഉമ്മ ലി അർബ 4 ഡെസ്പൈറ്റ് ബീയിങ് ദ മദർ ഓഫ് 4. ഇതിൽ പെൺകുട്ടികൾ മാത്രമാണോ ആൺകുട്ടികൾ മാത്രമാണോ? അല്ല, ദക്കറൻ വ ഉൻസ എ മിക്സ് ഓഫ് ബോയ്സ് ആൻഡ് ഗേൾസ്. ആൺകുട്ടികളുണ്ട് പെൺകുട്ടികളുണ്ട്, അങ്ങനെ 4 മക്കളുടെ ഉമ്മയാണ്. അവർ ചെറിയ കുട്ടികളാണോ? അല്ല, യദ്റുസൂന ദേ ആർ സ്റ്റഡിയിങ് അവർ പഠിക്കുന്നു. ഫിൽ മദാരിസി മദ്രസത്തിന് എന്നതിന് ജമാണ് മദാരിസ്. ഇൻ സ്കൂൾസ് ദേ ആർ സ്റ്റഡിയിങ് ഇൻ സ്കൂൾസ്. വൽ കുല്ലിയാത്ത് ആൻഡ് ഇൻ കോളേജസ്. അപ്പോൾ ചെറിയ കുട്ടികളല്ല, സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുന്ന കുട്ടികളാണ്. അങ്ങനത്തെ 4 പേരാ വീട്ടിലുണ്ട്. പക്ഷേ അവരൊന്നും തന്നെ സഹായിക്കാൻ വരുമെന്ന് ആ ഉമ്മ പ്രതീക്ഷിക്കുന്നില്ല. കാരണം അവർ അങ്ങനെ സഹായിക്കാൻ വരാറേയില്ല. ലാ യുഅദ്ദൂന അവർ നിർവഹിക്കുന്നില്ല. ദേ ഡിഡ് നോട്ട് ഫുൾഫിൽ വാജിബ് എന്നാൽ ഡ്യൂട്ടി. വാജിബഹും ദെയർ ഡ്യൂട്ടി. ദേ ഡിഡ് നോട്ട് ഫുൾഫിൽ ദെയർ ഡ്യൂട്ടീസ്. ആ മക്കൾ അവരുടെ ഡ്യൂട്ടി, അവരുടെ ഉത്തരവാദിത്വം നിർവഹിക്കുന്നില്ല. നഹ്വ ഉമ്മിഹിം ടുവാർഡ്സ് ദെയർ മദർ അവരുടെ ഉമ്മയോട് ആ കുട്ടികൾ അവരുടെ കടമ നിർവഹിക്കുന്നില്ല. ഉമ്മയോടുള്ള കടമ എന്താ? ഉമ്മ ഇങ്ങനെ കഷ്ടപ്പെടുമ്പോൾ ചെന്ന് സഹായിക്കണ്ടേ ഭക്ഷണം ഉണ്ടാക്കാനൊക്കെ? അതവർ ചെയ്യുന്നില്ല. വലാ യുസാഇദൂന അവർ സഹായിക്കുന്നുമില്ല. ദേ ആർ നോട്ട് ഹെൽപ്പിംഗ് അവളെ, ആ ഉമ്മയെ. എന്തിന്? അലാ ഇദാദി ത്വആം ടു പ്രിപ്പയർ ദ ഫുഡ്. ഇദാദ് പ്രിപ്പയർ, അത്വാം ഫുഡ് ഭക്ഷണം തയ്യാറാക്കാൻ വേണ്ടി സഹായിക്കുന്നില്ല. ഔ തർത്തീബ് എന്നാൽ ക്രമീകരിക്കുവാനും. അൽ അസാസ് വീട്ടിലെ ഉപകരണങ്ങളൊക്കെ അഥവാ വീട് നന്നാക്കാൻ. ടു ടൈഡി അപ്പ് ദ ഹൗസ് വീട് നന്നാക്കാൻ, വീട്ടിലെ കാര്യങ്ങളൊക്കെ വൃത്തിയാക്കാനൊന്നും അവർ സഹായിക്കുന്നില്ല. യുകിബൂന ദായിമൻ അല ഷാഷാത്ത്. പിന്നെ ഇവരെന്താ പണി ചെയ്യുന്നത്? യുകിബൂന അവർ തല താഴ്ത്തിയിരിക്കുകയാണ്. അവർ തല താഴ്ത്തിയിരിക്കുകയാണ്. ദായിമൻ എപ്പോഴും. they are always engrossed ala shashat on the screen. They are always engrossed in screens. അവൾ എപ്പോഴും സ്ക്രീനിൽ തല താഴ്ത്തിയിരിക്കുകയാണ് അവർ ചെയ്യുന്നത്. ആ വീട്ടിലെ ഉമ്മ ഇങ്ങനെ കഷ്ടപ്പെട്ട് രാവിലെ തന്നെ അടുക്കളയിൽ ജോലി ചെയ്യുമ്പോൾ ആ വീട്ടിലെ കുട്ടികൾ എന്ത് ചെയ്യുന്നു? അതാണ് ഈ ഫോട്ടോയിൽ നിങ്ങൾ കാണുന്നത്. ഒരു കുട്ടി കമ്പ്യൂട്ടർ ഉപയോഗിച്ച് എന്തോ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ്.
മറ്റൊരു കുട്ടി ഇതാ മൊബൈൽ ഫോൺ ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു, മറ്റൊരാളിങ്ങനെ പാട്ട് കേട്ടുകൊണ്ടിരിക്കുന്നു, വേറൊരാളിങ്ങനെ ടി വിയിൽ നോക്കിയിരിക്കുന്നു. അവരൊന്നും പരസ്പരം മുഖത്തേക്ക് പോലും നോക്കുന്നില്ല. അവരൊക്കെ കമ്പ്യൂട്ടറിലേക്കും മൊബൈൽ ഫോണിലേക്കും ഒക്കെ നോക്കിയിരിക്കുകയാണ് ചെയ്യുന്നത്, അല്ലേ? ആണ്. കാന ഫിൽ ബൈത്തി ജദ്ദുൻ ഹുവ യുലാഹിളു സുലൂകിയാത്തി അഅളാഇൽ ഉസ്റതി വകാനത് നഫ്സുഹു തഖലഖു വഖൽബുഹു യൽതരിബു. കാന വാസ് ഉണ്ടായിരുന്നു, ഫിൽ ബൈത്തി ഇൻ ദ ഹൗസ് ആ വീട്ടിൽ ഉണ്ടായിരുന്നു, ജദ്ദുൻ ഒരു വല്യുപ്പ ഉണ്ടായിരുന്നു. ദർ വാസ് എ ഗ്രാൻഡ് ഫാദർ ഇൻ ദി ഹൗസ്. അവിടെ ഒരു വല്യുപ്പ ഉണ്ടായിരുന്നു. അദ്ദേഹം ഈ ചിത്രത്തിലില്ല. അപ്പോൾ അവിടെ ഒരു വല്യുപ്പുണ്ട്. ഹുവ അദ്ദേഹം, ഹി യുലാഹിദു ഹി ഒബ്സർവ്സ് അദ്ദേഹം നിരീക്ഷിക്കുന്നു, സുലൂക്കിയാത്ത് ദ ബിഹേവിയേഴ്സ് പെരുമാറ്റങ്ങളെ അദ്ദേഹം വിലയിരുത്തുന്നു, നിരീക്ഷിക്കുന്നു. ആരുടെ പെരുമാറ്റങ്ങൾ? അളാ, ഉളുവ് എന്നതിൻ്റെ ജമാണ് അളാ, മെമ്പേഴ്സ്. അൽ ഉസ്റത്തി ആ ഫാമിലിയിലെ ആ ഫാമിലി മെമ്പേഴ്സിൻ്റെ പെരുമാറ്റമൊക്കെ അദ്ദേഹം ഇങ്ങനെ നിരീക്ഷിക്കുന്നു. ഹി ഒബ്സർവ്ഡ് ദ ബിഹേവിയേഴ്സ് ഓഫ് ദ ഫാമിലി മെമ്പേഴ്സ്. അത് കണ്ടപ്പോൾ അവർ ചെയ്യുന്നത് എന്താ? അവരുടെ ഈ ബിഹേവിയർ എന്താണ്? ഇതാണ് ഈ ചിത്രത്തിൽ കാണുന്നതാണ് അവരുടെ ബിഹേവിയർ. അവർ പരസ്പരം മിണ്ടുക പോലും ചെയ്യുന്നില്ല. അവർ ഫുൾ ടൈം ഇങ്ങനെ കമ്പ്യൂട്ടറിലേക്കും അതുപോലെ മൊബൈലിലേക്കും ടി വിയിലേക്കും അഥവാ ഇങ്ങനെ സ്ക്രീനിലേക്ക്, ഓരോന്നും സ്ക്രീനുകളാണല്ലോ, ആ സ്ക്രീനുകളിലേക്ക് ഇങ്ങനെ നോക്കി പലതും കണ്ടുകൊണ്ടേയിരിക്കുകയാണ് അവർ ചെയ്യുന്നത്. ആ ലോകത്താണ് അവരുള്ളത്. വകാനത്ത് നഫ്സുഹു തഖലഖു, വകാനത്ത് ആയിരുന്നു, നഫ്സുഹു ഹിസ് ഹാർട്ട് അദ്ദേഹത്തിൻ്റെ മനസ്സ്, നഫ്സ് എന്നാൽ മനസ്സ്, മനസ്സ് അദ്ദേഹത്തിൻ്റെ മനസ്സ് ആയിരുന്നു, ഹിസ് ഹാർട്ട് തഖ്ലഖു അത് അസ്വസ്ഥമായിരുന്നു, ഹിസ് ഹാർട്ട് ഗ്രൂ ആങ്ഷ്യസ് അദ്ദേഹത്തിൻ്റെ മനസ്സ് അസ്വസ്ഥമായി. വഖൽബുഹു ഖൽബ് എന്ന് പറഞ്ഞാലും മനസ്സ് എന്ന് തന്നെയാണ്. വഖൽബുഹു ആൻഡ് ഹിസ് ഹാർട്ട് യൽതരിബു അതും അസ്വസ്ഥമാണ് എന്നാണ്, അസ്വസ്ഥമാണ്. ഹിസ് ഹാർട്ട് ഗ്രൂ ആങ്ഷ്യസ് ആൻഡ് ട്രബിൾഡ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വല്ലാത്ത ആധിയും അസ്വസ്ഥതയും ഉണ്ടായി. ഇനി ഒരു വർക്കാണ്, നമുക്ക് നോക്കാം. നുഇദ്ദു ബയാനൻ അൻ മുആമലാത്തിൽ അബ്നാഇ. നുഇദ്ദു നമുക്ക് തയ്യാറാക്കാം, വി പ്രിപ്പയർ അല്ലെങ്കിൽ ലെറ്റ് us പ്രിപ്പയർ. ബയാനൻ എ സ്റ്റേറ്റ്മെൻറ്റ്, നമുക്കൊരു ബയാൻ തയ്യാറാക്കാം. അൻ മുആമലാത്തി, മുആമലാത്ത് എന്നാൽ ബിഹേവിയേഴ്സ്. ആൻ മുആമലാത്ത് അബൌട്ട് ദ ബിഹേവിയേഴ്സ് ആരുടെ? അൽ അബ്നാ ദ ചിൽഡ്രൻ കുട്ടികളുടെ. ഇവിടെ ആൺകുട്ടികൾ എന്ന അർത്ഥത്തിലല്ല, കുട്ടികളുടെ പെരുമാറ്റത്തെക്കുറിച്ച് നമുക്കൊരു കുറിപ്പ് തയ്യാറാക്കാം. അവിടെ ഒരു മോഡൽ കൊടുത്തിരിക്കുന്നു. തസ്തമിഉൽ ബിന്തു ഇലൽ മൂസീഖ, തസ്തമിഉ ലിസൺസ് കേൾക്കുന്നു, അൽ ബിന്തു പെൺകുട്ടി, ദ ഡോട്ടർ ലിസൺസ്, ഇലൽ മൂസീഖ മ്യൂസിക്, ദ ഡോക്ടർ ലിസൺസ് ടു മ്യൂസിക്. വലാ തുബാലി അവൾ ശ്രദ്ധിക്കുന്നില്ല, ബിൽ ആഖരീൻ മറ്റുള്ളവരെ, ഷീ ഡസിൻറ്റ് കെയർ അബൌട്ട് അതേഴ്സ് അവൾ മറ്റുള്ളവരെ ശ്രദ്ധിക്കുന്നതേയില്ല. അപ്പോൾ ഇത് എഴുതുമ്പോൾ നമ്മൾ നേരത്തെ കണ്ട ആ ചിത്രമുണ്ടല്ലോ, ആ ചിത്രത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നമ്മളിത് എഴുതേണ്ടത്. അപ്പോൾ ഈ പെൺകുട്ടിയെക്കുറിച്ചാണ് ഈ പെൺകുട്ടിയെക്കുറിച്ചാണ് ഈ പറയുന്നത്. അവൾ മ്യൂസിക് കേൾക്കുകയാണ്, അവൾ ശ്രദ്ധിക്കുന്നതേയില്ല. ഇനി ബാക്കി 3 പേരെന്ത് ചെയ്യുന്നു എന്നതാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ അവളുടെ സഹോദരി എന്താ ചെയ്യുന്നു നോക്കുക. അവളുടെ സഹോദരി ഇതാ ഇവിടെ ഇരിക്കുന്നുണ്ട്. വ ഉഖ്തുഹ മശ്ഗൂലത്തുൻ ഫിൽ അൽആബിൽ ഇലക്ട്രോനിയ. വ ഉഖ്തുഹ അവളുടെ സഹോദരി, ഉഖ്ത് സഹോദരി സിസ്റ്റർ, ഉഖ്തുഹ മശ്ഗൂലത്തുൻ അവൾ ബിസിയാണ്, ഫിൽ അൽആബിൽ ഇലക്ട്രോണിയ ഇലക്ട്രോണിക് ഗെയിമുകളിൽ, കമ്പ്യൂട്ടർ ഗെയിമുകളിൽ അവൾ മുഴുകിയിരിക്കുകയാണ്. ഫിൽ അൽആബിൽ ഇലക്ട്രോണിയ. വൽ കബീറു മിൻഹും അവരിൽ വലിയവൻ, ഈ തലക്കലിരിക്കുന്നവനാണ് ഈ വലിയവൻ, അവൻ മശ്ഗൂലുൻ അവൻ ബിസിയാണ്. എന്തിലാ ബിസി? ബി മുഷാഹദത്തി ടെലിവിസ്യൂൻ, ടെലിവിസ്യൂൻ എന്നാൽ ടി വി, ടെലിവിഷൻ. ബി മുഷാഹദത്തി ടെലിവിസ്യൂൻ ടെലിവിഷൻ കാണുന്നതിൽ, ടി വി കാണുന്നതിൽ അവൻ മുഴുകിയിരിക്കുകയാണ്. യഖ്ദിൽ അസ്ഗറു ഏറ്റവും ചെറിയവൻ മുഴുകുന്നു. ഏറ്റവും ചെറിയവനാണെങ്കിൽ ബാക്കിയുള്ളത് ഇവൻ എന്താ ചെയ്യുന്നത്? യഖ്ദി ചെലവഴിക്കുന്നു, അൽ അസ്ഗറു ഏറ്റവും ചെറിയവൻ, മുഅ്ലമ വഖ്തിഹി അവൻ്റെ
ഭൂരിപക്ഷം സമയവും അല്ലെങ്കിൽ സമയത്തിൻ്റെ ഭൂരിഭാഗവും, മുഅല്ലം എന്നാൽ ഭൂരിഭാഗം, വഖ്ത് എന്നാൽ സമയം, സമയത്തിൻ്റെ ഭൂരിഭാഗം സമയവും അവൻ ചിലവഴിക്കുന്ന എവിടെയാണ്? അലൽ വസായിലി തവാസുലിൽ ഇജ്തിമാഇ, സോഷ്യൽ മീഡിയയിലാണ്. മൊബൈലിൽ സോഷ്യൽ മീഡിയയിൽ അതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക, അതിലിങ്ങനെ മെസ്സേജ് അയക്കുക, അതൊക്കെയാണ് ഇവൻ്റെ പരിപാടി അല്ലേ? അപ്പോൾ ഇവരുടെ പെരുമാറ്റം, ആ പെരുമാറ്റത്തെക്കുറിച്ച് വളരെ ലളിതമാക്കിയിട്ട് എഴുതിയതാണിത്. അടുത്തതായിട്ട് നമ്മളെ പുസ്തകത്തിൽ ഒരു വർക്കുണ്ട്, നുമാരിസുൽ ഖത്ത്. നുമാരിസു, നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. ലെറ്റ് us പ്രാക്ടീസ് അൽ ഖത്ത്, റൈറ്റിംഗ്, എഴുത്ത് പ്രാക്ടീസ് ചെയ്യാം. അറബി വളരെ മനോഹരമായിട്ട് എഴുതാൻ വേണ്ടിയിട്ടുള്ള പരിശീലനമാണിത്. ഇത് നോക്കിയിട്ട് നിങ്ങൾ ഇതുപോലെ തന്നെ എഴുതുക. അത് ഇവിടെ വിശദീകരിക്കേണ്ടതില്ലാത്തത് കൊണ്ട് ഞാനത് പറയുന്നില്ല. ذات يوم انقطعت الكهرباء توقفت المروحة خرج الجميع من الغرف واحدا تلو آخر حتى جلسوا في واجهة البيت ليستمتعوا بالنسيم والمناظر قائلين ما أجمل الأزهار ما أحسن الطبيعة الأولاد يلعبون ويستمتعون. ذات يوم, one day, ഒരു ദിവസം, ഇൻഖതഅത്തിൽ കഹ്റബാ, അതാണ് ഈ ചാപ്റ്ററിൻ്റെ തലക്കെട്ട്. എന്തായിരുന്നു അതിൻ്റെ അർത്ഥം? ദ ഇലക്ട്രിസിറ്റി വെൻറ്റ് ഔട്ട്, കറണ്ട് പോയി. ഒരു ദിവസം കറണ്ട് പോയി. തവഖഫത്തിൽ മിർവഹ, തവഖഫത്ത് നിന്നു, സ്റ്റോപ്ഡ്. അൽ മിർവഹ ദ ഫാൻ സ്റ്റോപ്ഡ്. ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരുന്ന ഫാന് നിന്നു, കറണ്ട് പോയല്ലോ. അപ്പോൾ റൂമിൻ്റെ ഉള്ളിൽ ചൂടായി അല്ലേ? ഖറജൽ ജമീഉ മിനൽ ഗുറഫി, ഖറജ പുറത്തു വന്നു, വെൻറ്റ് ഔട്ട്. അൽ ജമീഉ എല്ലാവരും, ഓൾ, എവരി വൺ എമേർജ്ഡ് അല്ലെങ്കിൽ എവരി വൺ വെൻറ്റ് ഔട്ട്. മിനൽ ഗുർഫത്തി, ഫ്രം ദ റൂംസ്. ഗുർഫത്തിന് എന്നുള്ള ജമാണ് ഗുറഫ്. മിനൽ ഗുറഫ്, ഫ്രം ദ റൂംസ്, റൂമുകളിൽ നിന്ന് അവർ പുറത്തേക്ക് വന്നു. വാഹിദൻ തിൽവ ആഖർ, ഒന്നിനു പിറകെ ഒന്നായി. ആദ്യം ഒരാൾ വന്നു, അതിന് പിറകെ അടുത്ത ആൾ, അങ്ങനെ ഒന്നിന് പിറകെ ഒന്നായി. വൺ ആഫ്റ്റർ അനദർ. എവരി വൺ വെൻറ്റ് ഔട്ട് ഫ്രം ദെയർ റൂംസ്, വൺ ആഫ്റ്റർ അനദർ. ഹത്താ ജലസു, അവർ ഇരുന്നു. ദേ സാറ്റ്. ഫി വാജിഹത്തിൽ ബൈത്തി, വാജിഹത്ത് എന്നാൽ പൂമുഖം എന്നാണ്, അല്ലെങ്കിൽ ഫ്രണ്ട് യാർഡ്. ഫി വാജിഹത്തിൽ ബൈത്തി, വീടിൻ്റെ ഫ്രണ്ട് യാർഡിൽ അവർ ഇരുന്നു, വീടിൻ്റെ പൂമുഖത്ത് അവരിരുന്നു. ലിയസ്തംതിഉ, ആസ്വദിക്കുവാൻ വേണ്ടി, ടു എൻജോയ്. ബിൻ നസീം, ദ ബ്രീസ്, ആ ഇളം കാറ്റ് ആസ്വദിക്കാൻ വേണ്ടി. വൽ മനാദിർ, പിന്നെന്താണ്? കാഴ്ചകളും. ആൻഡ് ദ വ്യൂസ്. ഖായിലീന, പറഞ്ഞുകൊണ്ട്, സേയിങ്. They sat in the front yard of the house to enjoy the breeze and views, saying, മാ അജ്മലൽ അസ്ഹാർ, മാ അജ്മല. ഇത് വല്ലാത്തൊരു എക്സ്ക്ലമേഷൻ, ഒരു അത്ഭുതത്തോടു കൂടി പറയുമ്പോഴാണ് മാ അജ്മല എന്ന പ്രയോഗം ഉപയോഗിക്കുക. മാ അജ്മല, എന്തൊരു ഭംഗിയാണ്. ഹൗ ബ്യൂട്ടിഫുൾ. അൽ അസ്ഹാർ, ദ ഫ്ലവേഴ്സ്. ഹൗ ബ്യൂട്ടിഫുൾ ദ ഫ്ലവേഴ്സ് ആർ. ഈ പൂക്കൾക്കൊക്കെ എന്തൊരു ഭംഗിയാണ്. അപ്പോഴാണ് അവർ പൂക്കളെ നോക്കുന്നത്. അതുവരെ അവർ മൊബൈലിലും അതുപോലെ അല്ലേ കമ്പ്യൂട്ടറും മാത്രം നോക്കി അതിൽ ഗെയിമും കളിച്ചിരുന്നവരാണ്. ചുറ്റുവട്ടത്തുള്ള മനോഹരമായ പൂക്കളൊന്നും നോക്കാൻ അവർക്ക് നേരം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ കറണ്ട് പോയപ്പോഴാണ് അവരിതൊക്കെ കാണുന്നത്. മാ അഹ്സന, എന്തൊരു ഭംഗിയുള്ളതാണ്, എത്ര നല്ലതാണ്. ഹൗ ലവ്ലി അത്വബീഅ, ദ നാച്ചർ, പ്രകൃതി. ഹൗ ലവ്ലി ദ നാച്ചർ ഈസ്, പ്രകൃതി എത്ര മനോഹരമാണ്, പൂക്കൾ എത്ര ഭംഗിയുള്ളതാണ്. ഇതൊക്കെ അപ്പോഴാണ് അവർ അങ്ങോട്ടൊക്കെ നോക്കുന്നത്. അപ്പോൾ അവർക്ക് മനസ്സിലായി. എന്ന് മാത്രമല്ല, അൽ ഔലാദു, ദ ചിൽഡ്രൻ, കുട്ടികൾ. യൽഅബൂന, കളിക്കുന്നു. ദ ചിൽഡ്രൻ ആർ പ്ലേയിങ്. വയസ്തംതിഊൻ, ആൻഡ് ദേ ആർ എൻജോയിങ്. കുട്ടികൾ അവിടെ കുട്ടികൾ കളിക്കുന്നു, അവർ എൻജോയ് ചെയ്യുന്നു. ഇങ്ങനെയൊക്കെയാണ് കുട്ടികൾ ചെയ്യുന്നത് എന്നുള്ളത് ആദ്യമായിട്ടാണ് ഇവർ കാണുന്നത്. ഇവർ ഫുൾ ടൈം ഇങ്ങനെ കമ്പ്യൂട്ടറിലേക്ക് അതുപോലെ മൊബൈൽ ഫോണിലേക്ക് നോക്കിയിരിക്കുകയായിരുന്നു. ഒരു ദിവസം കറണ്ട് പോയപ്പോഴാണ് അവർക്കിത് മനസ്സിലായത്, അവരിത് കണ്ടത്. അടുത്തതൊരു വർക്കാണ്. ആലനത് ഇദാറത്തുൽ കഹ്റബാഇ ബിൻഖിതാഇ തയ്യാരി ലിമുദ്ദതി യൗമിൻ നതദക്കറുൽ ഇഹ്തിയാതാത്തി അല്ലതി നഖൂമു ബിഹാ നുനാഖിഷു വനുഇദ്ദു മുദക്കിറ
അലനത്ത് അനൗൺസ് ചെയ്തു, അല്ലെങ്കിൽ പ്രഖ്യാപിച്ചു, അറിയിച്ചു. ഇദാറത്ത് ഡിപ്പാർട്ട്മെൻറ്റ്, അൽ കഹ്റബാ ഇലക്ട്രിസിറ്റി ഡിപ്പാർട്ട്മെൻറ്റ്, നമ്മളെ ഭാഷയെ പറഞ്ഞാൽ KSEB. ആ ഇലക്ട്രിസിറ്റി ഡിപ്പാർട്ട്മെൻറ്റ് അനൗൺസ് ചെയ്തു ഒരു ദിവസം. എന്താ അനൗൺസ് ചെയ്തത്? ബിൻ ഖിത്താ, പോകുമെന്ന്. അത്തയ്യാർ, കരണ്ട് പോകുമെന്ന്. ദ ഇലക്ട്രിസിറ്റി ഡിപ്പാർട്ട്മെൻറ്റ് അനൗൺസ്ഡ് എ പവർ ഔട്ടേജ് ഇൻഖിതാഉ തയ്യാർ, അഥവാ കരണ്ട് പോകുമെന്ന്. എത്ര സമയം കരണ്ട് പോകും? ലി മുദ്ദത്ത്, സമയം, കാലയളവ്. എത്ര സമയമാണ്? യൗം, ഒരു ദിവസം മുഴുവൻ. അതാ മുദ്ദത്ത് യൗം എന്നാൽ ഒരു ദിവസം സമയം, അഥവാ ഒരു ദിവസം മുഴുവൻ, അഥവാ 24 മണിക്കൂർ. ഫോർ എ ഡേ ദ ഇലക്ട്രിസിറ്റി ഡിപ്പാർട്ട്മെൻറ്റ് അനൗൺസ്ഡ് എ പവർ ഔട്ടേജ് ഫോർ എ ഡേ. ഒരു ദിവസം മുഴുവൻ കറണ്ട് ഉണ്ടാവില്ല എന്ന് ഇലക്ട്രിസിറ്റി ഡിപ്പാർട്ട്മെൻറ്റ് അനൗൺസ് ചെയ്തു. നതദക്കറു, നമുക്ക് ചിന്തിക്കാം. അൽ ഇഹ്തിയാതാത്ത്, മുൻകരുതലുകളെക്കുറിച്ച്. വി റീകോൾ ദ പ്രിക്കോഷൻസ്. എഹ്തിയാത്താത്ത് എന്നാൽ പ്രിക്കോഷൻസ്, മുൻകരുതലുകൾ. വി റീകാൾ ദ പ്രിക്കോഷൻസ്, നമുക്ക് മുൻകരുതലുകളെക്കുറിച്ച് ചിന്തിക്കാം. അല്ലത്തീ നഖൂമു ബിഹ, നമ്മൾ സ്വീകരിക്കുന്ന. വി റീകാൾ ദ പ്രിക്കോഷൻസ് വി ടേക്ക്, നമ്മൾ എന്തെല്ലാം മുൻകരുതലുകളാണ് അപ്പോൾ എടുക്കുക. നാളെ കറണ്ട് ഉണ്ടാവില്ല എന്നാണ് അനൗൺസ് ചെയ്തത്. അപ്പോൾ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു വെക്കും? ആദ്യം തന്നെ നുനാഖിഷു, ലെറ്റസ് ഡിസ്കസ്, നമുക്ക് ചർച്ച ചെയ്യാം. വനുഇദു, ആൻഡ് പ്രിപ്പയർ, നമുക്ക് തയ്യാറാക്കാം. മുദക്കിറ, ഒരു കുറിപ്പ് തയ്യാറാക്കാം. അപ്പോൾ നിങ്ങൾ ഫ്രണ്ട്സ് എല്ലാം കൂടിയിട്ട് ഇതിനെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കുക. നാളെ കറണ്ട് ഉണ്ടാവില്ല എന്ന് വാർത്ത വായിച്ചാൽ നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ മുൻകൂട്ടി ചെയ്തു വെക്കും, എന്തെല്ലാം മുൻകരുതലുകൾ എടുക്കും? കറണ്ട് ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക? നമ്മളെ വീട്ടിൽ അല്ലേ വെള്ളം ആവശ്യമാണല്ലോ. മോട്ടോർ ഉപയോഗിച്ച് ടാങ്കിലേക്ക് നമ്മൾ വെള്ളം അടിക്കുന്നു. അപ്പോൾ അത് നേരത്തെ ടാങ്ക് നിറച്ച് വെച്ചിട്ടില്ലെങ്കിൽ പിറ്റേന്ന് വീട്ടിൽ വെള്ളം ഉണ്ടാവില്ല. പിന്നെ എന്ത് സംഭവിക്കും? അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്തു വെക്കാനുണ്ട് അല്ലേ? നമ്മളെ ടോർച്ചുകളൊക്കെ റെഡിയാക്കി വെക്കണം രാത്രിയേക്ക് വേണ്ടി. നമ്മളെ മൊബൈലുകൾ റീചാർജ് ചെയ്ത് വെക്കേണ്ടി വരും. അങ്ങനെ പല കാര്യങ്ങളും. പിന്നെ ഡ്രസ്സൊക്കെ അയൺ ചെയ്ത് വെക്കേണ്ടി വരും അല്ലേ? അങ്ങനെ പല കാര്യങ്ങളും ചെയ്യാനുണ്ട്. നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു നിങ്ങൾ ചർച്ച ചെയ്യുക, എന്നിട്ട് ഒരു കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ ഒരു മോഡൽ മുദക്കിറ ഞാൻ പറയാം, നിങ്ങൾ നിങ്ങളുടേതായ ശൈലിയിൽ സ്വന്തമായിട്ട് എഴുതുക. യജിബു തജ്ഹീസുൽ മസ്വാബിഹി വൽ ബത്വാരിയാത്ത്. യജിബു, ആവശ്യമാണ് അല്ലെങ്കിൽ നിർബന്ധമാണ്. തജ്ഹീസ്, തയ്യാറാക്കൽ. അൽ മസ്വാബിഹ്, വിളക്കുകൾ, ടോർച്ചുകൾ. മിസ്ബാഹിൻ എന്നതിൻ്റെ ജമാണ് ടോർച്ച്, ഫ്ലാഷ് ലൈറ്റ് എന്നൊക്കെ പറയാം. വൽ ബത്വാരിയാത്ത്, ബാറ്ററികളും. ഫ്ലാഷ് ലൈറ്റ്സ് ആൻഡ് ബാറ്ററീസ് ഷുഡ് ബി പ്രിപ്പയർഡ്. ഫ്ലാഷ് ലൈറ്റ് അഥവാ ടോർച്ച് ആൻഡ് ബാറ്ററീസ് ഷുഡ് ബി പ്രിപ്പയർഡ്, അതൊക്കെ തയ്യാറാക്കി വെക്കണം. തഹ്സീനുൽ മാ, വെള്ളം ശേഖരിക്കണം. തഹ്സീൻ എന്ന് പറഞ്ഞാൽ ശേഖരിക്കുക, സ്റ്റോർ ചെയ്ത് വെക്കുക. അൽമാ, വെള്ളം. ലിൽ ഹാജത്തി, ആവശ്യത്തിന് വേണ്ടി. വാട്ടർ സ്റ്റോർഡ് ഫോർ യൂസ്, സ്റ്റോറേജ് ഓഫ് വാട്ടർ ഫോർ യൂസ്. വ തഖ്ലീലു ഫത്ഹി സല്ലാജ്, അതോടൊപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് വ തഖ്ലീൽ, നമ്മൾ കുറക്കണം, മിനിമൈസ് ചെയ്യണം. ഫത്ഹ്, തുറക്കുന്നത്. അസല്ലാജ, ഫ്രിഡ്ജ് തുറക്കുന്നത് നമ്മൾ കുറക്കണം. ലിൽ ഹിഫാദി അല, സംരക്ഷിക്കാൻ വേണ്ടി. എന്ത് സംരക്ഷിക്കാൻ? ബർദ്, തണുപ്പ്. കോൾഡ്നെസ്. അത്വാമി, ഓഫ് ഫുഡ്, ഭക്ഷണത്തിൻ്റെ തണുപ്പ് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഫ്രിഡ്ജിൻ്റെ ഡോർ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തുറക്കുന്നതൊക്കെ ഒന്ന് ഒഴിവാക്കണം, അതൊക്കെ കുറക്കണം. ദ റെഫ്രിജറേറ്റർ ഡോസ് മിനിമൈസ് ടു പ്രിസർവ് ദ കോൾഡ്നെസ് ഓഫ് ദ ഫുഡ്. അതുപോലെ കമാ യുഫല്ലലു, അതുപോലെ തന്നെ നല്ലൊരു കാര്യമാണ്. ഇറ്റ് ഈസ് ഓൾസോ അഡ്വൈസബിൾ. എന്തിന്? ഷഹ്നുൽ അജ്ഹിസത്തിൽ ഇലക്ട്രോണിയ. ഷഹ്ന് എന്നാൽ ചാർജ് ചെയ്യുക. അൽ അജ്ഹിസത്തു, ഡിവൈസുകൾ. അൽ ഇലക്ട്രോണിയ, ഇലക്ട്രോണിക്. ഇറ്റ് ഈസ് ഓൾസോ അഡ്വൈസബിൾ ടു ചാർജ് ഇലക്ട്രോണിക് ഡിവൈസസ്. ഇലക്ട്രോണിക് ഉപകരണങ്ങളൊക്കെ നമ്മൾ ചാർജ് ചെയ്ത് വെക്കുക, മുൻകൂട്ടി തന്നെ കറണ്ട് പോകുന്നതിന് മുമ്പ് ചാർജ് ചെയ്ത് വെക്കണം. അതുപോലെ കയ്യിൽ മലാബിസി മുസ്ബഖൻ, കൈ തേക്കുക, അയൺ ചെയ്യുക. അൽ മലാബിസ്, ഡ്രസ്സുകൾ. മുസ്ബഖൻ, നേരത്തെ തന്നെ. അയൺ ക്ലോത്ത്സ് ഇൻ അഡ്വാൻസ്, വസ്ത്രങ്ങളൊക്കെ നേരത്തെ തന്നെ തേച്ച് വെക്കുക കറണ്ട് പോകുന്നതിന് മുമ്പ്. പിന്നെ ചെയ്യേണ്ടതാണ് വ ഈ ഖാഫ്, നമ്മൾ ഓഫാക്കി വെക്കണം, ടേൺ ഓഫ്. അൽ അജ്ഹിസ, ഉപകരണങ്ങൾ, ഡിവൈസസ്.
അൽ കഹ്റുബായിയ, ഇലക്ട്രിക് ഉപകരണങ്ങളൊക്കെ നമ്മൾ ഓഫ് ചെയ്തു വെക്കണം. ലിലമാനി, ഉറപ്പ് വരുത്താൻ വേണ്ടി, ടു എൻഷ്വർ, ഉറപ്പ് വരുത്താൻ വേണ്ടി, അമാനിഹ, അതിൻ്റെ സേഫ്റ്റി, ദെയർ സേഫ്റ്റി, ടു എൻഷ്വർ ദെയർ സേഫ്റ്റി, ലിലമാനി അമാനിഹ. ഇന്ദ ഔദത്തി, മടങ്ങി വരുമ്പോൾ, വെൻ റിട്ടേൺസ്, അത്തയ്യാർ, ദ പവർ, ദ കറണ്ട് തിരിച്ചു വരുന്ന നേരത്ത്, ഈ ഹൈ വോൾട്ടേജിലാണ് വരുന്നതെങ്കിൽ, കറണ്ട് വരുന്നതെങ്കിൽ ചിലപ്പോൾ ഒരുപക്ഷെ ഇതൊക്കെ അടിച്ചു പോകാൻ സാധ്യതയുണ്ട്, നശിച്ചു പോകും, കത്തിപ്പോവും അല്ലേ. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി കറണ്ട് പോയ നേരത്ത് നമ്മളതൊക്കെ ഓഫാക്കി വെക്കുക. അപ്പോൾ ഇങ്ങനത്തെ മുൻകരുതലുകൾ നമുക്ക് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഡിയർ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മളെ ക്ലാസ് അരമണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു. ഇനിയും നമ്മൾ ഈ പാഠം കുറച്ചുകൂടി വായിക്കാനുണ്ട്. അതിൽ ശേഷം ചില വർക്കുകളൊക്കെ നമുക്ക് ചെയ്യാനുണ്ട്. അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചെയ്യാം. ഇന്ന് തന്നെ അത് ചെയ്താൽ നിങ്ങൾക്കത് പ്രയാസമാവുന്നുള്ളത് കൊണ്ട് ഞാൻ ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ അവസാനിപ്പിക്കാം. ഇതിൻ്റെ ബാക്കിയുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.